ഈ സത്യനായ സദസ്സിന് സ്നാപക നമസ്കാരം. എനിക്കിവിടെ പറയാനുള്ള വിഷയം പൃഥുചരിതമാണ്. ആരാണ് പൃഥു എന്ന തത്വമാണ്, അല്ലെങ്കിൽ പൃഥുവിനെ കുറിച്ചുള്ള ചരിതമാണ് പറയേണ്ടത്. പൃഥു എന്ന രാജാവിന്റെ പേരിൽ നിന്നാണ് ഭൂമിക്ക് പൃഥ്വി എന്ന പേരുണ്ടായത്. ആദ്യമായിട്ട് ലോകത്ത് ഒരു രാഷ്ട്രസങ്കല്പം എന്ന രാജ്യവ്യവസ്ഥ ഉണ്ടാക്കിയത് ഭാഗവതം പറയുന്ന പൃഥു മഹാരാജാവാണ്. ആദ്യമായിട്ട് ലോകത്ത് ഒരു രാജാവിനെ പുകഴ്ത്തുന്നത് തടഞ്ഞ ഏക രാജാവ്, ആദ്യത്തെ രാജാവ് പൃഥുവാണ്. രാജ്യത്തെ രോഗികൾക്കും വിശക്കുന്നവർക്കും മരുന്നും ആഹാരവും കൊടുക്കാൻ ലോകത്താദ്യമായി വ്യവസ്ഥ ചെയ്തത് പൃഥുവാണ്. പൃഥു ചക്രവർത്തി ഭരിക്കുമ്പോൾ ഇടത് ഭാഗത്ത് തന്റെ ഭാര്യ അർച്ചിസിനെ കൊണ്ടാണ് രാജ്യഭാരം ചെയ്തതും ഒടുവിൽ മരണം വരെ, വാനപ്രസ്ഥത്തിലൂടെ ദേഹത്യാഗം ചെയ്യുന്നത് വരെ ഭാരതത്തിന്റെ ഗൃഹസ്ഥാശ്രമധർമ്മം, വർണ്ണാശ്രമധർമ്മം ലോകത്തിന് കാണിച്ചു കൊടുത്ത ചക്രവർത്തിയും പൃഥുവാണ്. പൃഥുവിനെ കുറിച്ച് പറഞ്ഞു വരുന്നതിന് മുമ്പ് പൃഥുവിലേക്കുള്ള തത്വത്തിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഈ അടുത്ത കാലത്ത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ വലിയൊരു കണ്ടെത്തൽ നടത്തി. ആ കണ്ടെത്തൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇവിടെ അഖില ഭാരത ഭാഗവത സത്രം എന്ന പേരിൽ നിരവധി ആചാര്യന്മാര്, സന്യാസി ശ്രേഷ്ഠന്മാര്, പണ്ഡിതന്മാര്, ജ്ഞാനികള്, ഇവരൊക്കെ വന്നു പോകുന്ന ഈ സദസ്സിന് അതിൽ പങ്കെടുക്കുന്ന നമുക്ക് ആത്മീയമായും ഭൗതികമായും എന്ത് നേട്ടമുണ്ട് എന്ന ഒരു കണ്ടെത്തലാണ് ഓക്സ്ഫോർഡ് സർവകലാശാല നടത്തിയത്. നീണ്ട കാലത്തെ ഗവേഷണം കൊണ്ട് ആ കണ്ടെത്തൽ നമ്മൾ സനാതനധർമ്മത്തിന് അഭിമാനിക്കാവുന്ന ഒരു കണ്ടെത്തലാണ്. ഒരു ജ്ഞാനിയായ, ഒരു സർവഗുണങ്ങളും തികഞ്ഞ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് ഒരുപക്ഷെ സന്യാസിമാരെയോ അത്തരം ജ്ഞാനികളെയോ ലഭിച്ചിട്ടുണ്ടാവില്ല. അവർ പരീക്ഷണത്തിന് തെരഞ്ഞെടുത്തത് സർവഗുണങ്ങളും തികഞ്ഞ സദ്ഗുണ സമ്പന്നനായ ഒരു പൂർണ്ണ മനുഷ്യനെയായിരുന്നു. ആ മനുഷ്യന്റെ അടുത്ത് അത്രയൊന്നും ഗുണമില്ലാത്ത ഒരു സാധാരണക്കാരനെ കൊണ്ടുപോയി നിർത്തി. അത്ഭുതകരമായ റിസൾട്ടാണ്, ആ പരീക്ഷണ ഫലമാണ് ഉണ്ടായത്. അതായത് ആ സാധാരണക്കാരന്റെ രക്തകോശത്തിൽ പ്രതിരോധ സംവിധാനമായ വെളുത്ത രക്താണുക്കൾ ഒരു മൈക്രോമില്ലിയിൽ നമുക്കറിയാം 4000 തൊട്ട് 14000 വരെ രക്തകോശങ്ങൾ ഉണ്ടായിരിക്കണം ഒരു സാധാരണ ആരോഗ്യമുള്ള മനുഷ്യന്. എന്നാൽ ഒരു സമ്പൂർണ്ണ യോഗ്യതയുള്ള മനുഷ്യന്റെ അടുത്ത് ഒരു സാധാരണ മനുഷ്യൻ പോയി നിൽക്കുമ്പോൾ ആ സാധാരണ മനുഷ്യന്റെ രക്തകോശത്തിൽ ഒരു മൈക്രോമില്ലിയിൽ 1500 വെളുത്ത രക്താണുക്കൾ കൂടുന്നതായിട്ട് ശാസ്ത്രലോകം കണ്ടെത്തിയെങ്കിൽ എന്താണ് സത്സംഗം കൊണ്ടുള്ള പ്രയോജനം എന്ന് ലോകത്തിന് ഭാരതം കൊടുത്തതിന്റെ ഭൗതികമായ ശാസ്ത്രത്തിന്റെ ഉത്തരമാണ് അവിടെ പറയുന്നത്. സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിടത്താണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എത്തുന്നത്. ഒരു പുരാണ കഥ കൂടി ഇതിനോട് ചേർത്ത് വെക്കാം. ഒരിക്കൽ നാരദ മഹർഷി വൈകുണ്ഠത്തിലേക്ക് പോയി. വൈകുണ്ഠത്തിലെത്തിയ ഭഗവാനോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം സത്സംഗം കൊണ്ട് എന്താണ് ഭഗവാനെ പ്രയോജനം എന്നാണ്. ചോദ്യം ശ്രദ്ധിക്കണം. ഭഗവാനെ സജ്ജന സമ്പർക്കം കൊണ്ട് എന്താണ് പ്രയോജനം? ആ പ്രയോജനമാണ് ഇപ്പൊ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കണ്ടെത്തൽ. ആധ്യാത്മികമായി ആചാര്യന്മാരെ പറഞ്ഞ കണ്ടെത്തൽ നോക്കൂ. ഒരാൾക്ക് സജ്ജനങ്ങളുടെ അടുത്ത് പോയി നിന്നാൽ എന്താണ് ഗുണം? ചോദിക്കുന്നത് ലോകത്തിലെ പരമഭക്തനായ ബ്രഹ്മർഷിയായ നാരദര്, പരമ്പൊരുളായ സാക്ഷാൽ
മഹാവിഷ്ണുവിനോട്. ചോദ്യം: എന്താണ് സജ്ജന സംസർഗം കൊണ്ടുള്ള പ്രയോജനം? ഭഗവാൻ പറഞ്ഞു, നാരദരെ, ബദരിയിൽ ഒരു അത്തിമരമുണ്ട്, അത്തിമരം. അതിന്റെ മേലെ ഒരു പുഴുവിനെ കാണാം. ആ പുഴുവിനോട് പോയി ചോദിച്ചു, നോക്കൂ, എന്താണ് സജ്ജന സംസർഗം കൊണ്ടുള്ള പ്രയോജനം? നാരായണ നാരായണ നാരായണ. നാരദര് പുറപ്പെട്ടു. ബദരിയിലെത്തി അത്തിമരം കണ്ടു, അതിന്റെ മേലെ പുഴുവിനെ കണ്ടു. ഭഗവാൻ പറഞ്ഞ പുഴുവിനെ കണ്ടു. അതീന്ദ്രിയ ജ്ഞാനമുള്ളവർക്ക് വഴിയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ പുഴുവിന്റെ അടുത്ത് പോയിട്ട് ആ പുഴുവിനെ തൊഴുത് നമസ്കരിച്ചിട്ട്, ഭാരതത്തിന്റെ സകല ചരാചര പ്രപഞ്ചത്തോടും ഈ സച്ചിദാനന്ദമായ ബ്രഹ്മത്തിൽ ആര് വലിയവൻ, ആര് ചെറിയവൻ, ഇതാണല്ലോ ലോകത്തിന് ഭാരതം കൊടുത്തത്. ഈ മഹാപ്രപഞ്ചത്തിൽ വലിയവരും ചെറിയവരുമില്ല. അല്ലയോ ശ്രേഷ്ഠനായ പുഴുവേ, സത്സംഗം കൊണ്ട് എന്താണ് പ്രയോജനം? ഈ ചോദ്യം കേട്ട പുഴു നാരദരെ ഒന്ന് നോക്കി പടഞ്ഞു വീണ് മരിച്ചു. നാരായണ നാരായണ നാരായണ. ഭഗവാൻ പറഞ്ഞിട്ട് ചോദിച്ചു, അതിന്റെ പ്രാണനും പോയി. തിരിച്ചു വൈകുണ്ഠത്തിൽ വന്നു, സംഭവം പറഞ്ഞു. ശരി, ഒരു കൊല്ലം കഴിയട്ടെ നാരദരെ, ഞാൻ പറയാം. ഒരു കൊല്ലം കഴിഞ്ഞു. നാരദർ വീണ്ടും ഈ സംശയമായിട്ട് ഭഗവാന്റെ അടുത്ത് വന്നു. അപ്പോഴ് പറഞ്ഞു, അയോധ്യയിൽ വൈശ്വാനരൻ എന്നൊരു ബ്രാഹ്മണന്റെ ഗോശാലയിൽ, ആലയിൽ ഒരു ഗർഭിണിയായ പശു പ്രസവിക്കും. ആ കുട്ടിയോട്, കിടാവിനോട് ചോദിക്കൂ, സത്സംഗം കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ നാരദര് ആ അയോധ്യയിലെ ഗോശാലയിലെത്തി. പശു പ്രസവിച്ചു. നല്ല ഓമനത്തുള്ളൊരു പൈക്കിടാവ്. അതിനെ തൊഴുത് നമസ്കരിച്ചിട്ട് നാരദർ, കാരണം ഈ പശു ഭഗവാൻ വൈകുണ്ഠത്തിൽ നിന്ന് കണ്ട പശുവായിരുന്നു, അതിനത്രയും ശ്രേഷ്ഠത ഉണ്ടാവണ്ടേ. അടുത്ത് വന്ന് ചോദിച്ചു, തൊഴുതുകൊണ്ട് ചോദിച്ചു, അല്ലയോ പൈക്കിടാവേ, സത്സംഗം കൊണ്ട് എന്താ പ്രയോജനം? അതും നാരദരെ നോക്കി അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു. നാരായണ, 2 മരണമായി ഇത് ചോദിച്ചിട്ട്. വൈകുണ്ഠത്തിലെത്തി. എന്താ നാരദരെ? വളരെ വിഷമത്തോടെ നടന്ന കാര്യം പറഞ്ഞു. ശരി, ഒരു വർഷം കഴിയട്ടെ. ഉത്തരം കിട്ടിയില്ല അല്ലേ? ഒരു വർഷം കഴിഞ്ഞു. നാരദർ വന്നു. കാശി രാജ്യത്തെ മഹാരാജാവിന്റെ ഭാര്യ മഹാറാണി ഗർഭിണിയായിട്ടുണ്ട്, ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. ചോദിച്ചോളൂ. അല്ല, അത് വീണ്ടും വളരെ കാലം കൊണ്ട് ഗർഭിണിയായതാണ്, ഞാൻ പോയി ചോദിച്ചിട്ടിനി. നാരദർ പോയിക്കൊള്ളൂ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. നിങ്ങൾ എന്നെ ശരണം പ്രാപിച്ചാലല്ലേ ഭഗവാൻ. നാരദരെ കാശി രാജ്യത്തെത്തി. രാജ്യത്തെങ്ങും ഉത്സവമാണ്. ആറ്റുനോറ്റ് അവിടെ മഹാറാണി ഒരു സന്താന സൗഭാഗ്യം ഉണ്ടാവുന്നു. നാരദര് വന്നു എന്നറിഞ്ഞു. രാജാവെല്ലാം സ്വീകരിച്ചു. പ്രസവിച്ച കുഞ്ഞിനെ ആദ്യമായിട്ട് നാരദരുടെ കയ്യിൽ കൊടുത്തു. നാരദര് ഭഗവാനെ ഇങ്ങനെ നാരായണ നാരായണ ചോദിക്കാൻ പേടിയായി. ഇതെങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ഈ കുട്ടി എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് സകല പ്രാർത്ഥനകളും നടത്തിയിട്ട് ഭഗവാൻ പറഞ്ഞല്ലേ ചോദിച്ചു, അല്ലയോ രാജകുമാര, സജ്ജന സംസർഗം കൊണ്ട് എന്താണ് പ്രയോജനം? ഒരു മിനിറ്റ് കണ്ണടച്ചു. ഭയന്ന് നാരദര് പോലും ഭയന്നു. ആ കുട്ടി സംസാരിച്ചു. ബ്രഹ്മർഷേ, 3 കൊല്ലം മുമ്പ് അങ്ങ് ബദരിയിലെ ഒരു അത്തിമരത്തിൽ ഒരു പുഴുവായിട്ട് ഞാനുണ്ടായപ്പോൾ അങ്ങ് എന്നെ കാണാൻ വന്നു. അങ്ങയുടെ സാമീപ്യം കൊണ്ട് തന്നെ ആ നീചമായ ജന്മത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിച്ചു. പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അയോധ്യയിലെ ഒരു ഗോശാലയിൽ ഒരു ഗോമാതാവിന്റെ മകനായിട്ട് പൈക്കിടാവായിട്ട് ജനിച്ചപ്പോഴും അങ്ങ് ആ ആലയിൽ വന്നു. ഈ ചോദ്യം ചോദിച്ചു, സത്സംഗം കൊണ്ട് എന്താ പ്രയോജനം? ആ ജന്മത്തിൽ നിന്നും അങ്ങയുടെ സാമീപ്യം കൊണ്ട് എനിക്ക് വിടുതലുണ്ടായി.
ഇപ്പോഴിതാ എന്റെ മൂന്നാമത്തെ ജന്മത്തിൽ ആ പുഴുവിൽ നിന്ന്, പശുക്കുട്ടിയിൽ നിന്ന് ശ്രേഷ്ഠമായ, നമുക്കറിയാം എല്ലാ ജന്മങ്ങളും 88 ലക്ഷം ജന്മം കഴിഞ്ഞിട്ടാണല്ലോ മനുഷ്യജന്മം കിട്ടുന്നത്. ശ്രേഷ്ഠമായ എനിക്ക് മനുഷ്യ ജീവിതം കിട്ടിയുണ്ടെങ്കിൽ അങ്ങ് ചോദിച്ചതിന്റെ ഉത്തരം അതിലുണ്ട്. ആ സത്സംഗമാണ് എനിക്ക് ഈ ശ്രേഷ്ഠത നൽകിയത് എന്ന്. ഈ ഭാഗവത മഹാസത്രത്തിലും നമ്മൾ അനുഭവിക്കുന്നത്, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരെല്ലാം അത്തരം ജന്മപുണ്യം നേടിയ സജ്ജനങ്ങളാണ് എന്ന് ആമുഖമായിട്ട് ഞാൻ എല്ലാവരെയും അതുകൊണ്ട് പാദ നമസ്കാരം ചെയ്യുകയാണ്. ഈ ഡിസംബർ 21 ഒരു അത്ഭുതകരമായ പ്രഖ്യാപനം ലോകത്തുണ്ടായിരുന്നു. ആ പ്രഖ്യാപനം ഡിസംബർ 21 എല്ലാ വർഷവും ലോക ധ്യാന ദിനമായിട്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരിക്കുന്നു. ജനുവരി 21 ലോക യോഗാ ദിനമായി പ്രഖ്യാപിച്ചതുപോലെ ഇതാ ഭാരതത്തിന്, സനാതനധർമ്മത്തിന് അഭിമാനിക്കാൻ എല്ലാ വർഷവും ഇനി ഡിസംബർ 21 ലോക ധ്യാന ദിനമായിരിക്കും. സനാതനധർമ്മം ഓം സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ ശാന്തി മന്ത്രം കേൾക്കാൻ യുണൈറ്റഡ് നേഷന് വെറിയായിരിക്കുന്നു, കൊതിയായിരിക്കുന്നു. ലോകത്തിന് ശാന്തി ഉണ്ടാവട്ടെ. ഈ ശാന്തി ധ്യാനത്തിൽ നിന്ന് ഭാരതം പറഞ്ഞത് 88 വർഷം ഐക്യരാഷ്ട്രസഭക്ക് കാത്തിരിക്കേണ്ടി വന്നു. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. ഇത്തരം ഭാഗവത സത്രങ്ങളിലൂടെ ഉയരുന്ന സന്ദേശങ്ങൾ, ഈ കഴിഞ്ഞ ഒരു വർഷം യുദ്ധത്തിൽ കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെ 2 ലക്ഷം പേരാണ് വെടിയേറ്റ് ചോര ചൊരിഞ്ഞ് മരിച്ചതെങ്കിൽ ഈ ഭാരതത്തിന്റെ മരുന്നാണ്, ആധ്യാത്മിക മരുന്നാണ് ഇനി ലോകത്തിന് ആവശ്യം എന്നറിഞ്ഞ് ആ ആധ്യാത്മികതയുടെ പാതയിലേക്ക്, ഇത്തരം മഹാസത്രങ്ങളുടെ സദസ്സുകളിലേക്ക് നമ്മൾ വരിക. ആരാണ് പൃഥു ചക്രവർത്തി? സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹേശ ഗോബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. വേറെ ഒരു രാജ്യത്ത്, ഒരു രാഷ്ട്രം, ഒരു രാജ്യം ഈ മന്ത്രം കൊടുത്തിട്ടുണ്ടോ? ലോകാ സമസ്താ സുഖിനോ ഭവന്തു. അതിന്റെ 3 വരി നോക്കൂ. ഇവിടെ എന്റെ വിഷയം ഒരു രാജാവിനെ കുറിച്ച് ഭാഗവതം പഠിപ്പിച്ച കാര്യം പറയാനാണ് നാരായണ സ്വാമി എനിക്ക് നിർദ്ദേശിച്ചത്. പൃഥു എന്ന രാജാവ്. എന്തിനാണ് ഒരു രാജാവിനെ കുറിച്ച് പഠിക്കുന്നത്? ഒരു രാഷ്ട്രം ലോകത്തിന് മുഴുവൻ കേൾവിപ്പെടുന്നത് ആ രാഷ്ട്രത്തിന്റെ നാഥന്റെ പേരിലാണെന്ന് ലോകത്താദ്യമായി കാണിച്ചു കൊടുത്ത മഹാചക്രവർത്തിയാണ് പൃഥു ചക്രവർത്തിയുടെ ജീവിതം. ആത്മാനം ബ്രഹ്മനിർവാണം പ്രത്യസ്തമിത നിഗ്രഹം അവബോധരസൈകാത്മ്യ ആനന്ദമനുസന്തതം ആനന്ദമനുസന്തതം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം. പ്രജകളെ സ്വസ്ഥതയോടെ ആരാണോ പരിപാലിക്കുന്നത്, ന്യായേണ ന്യായമാർഗത്തിൽ, മാർഗേണ മഹീം, മഹീം എന്ന് പറഞ്ഞ ഭൂമി, മഹീശ. അതുകൊണ്ട് രാജാവ് ഭൂമിയുടെ ഈശ്വരനാണ്. സ്വസ്ഥതയോടെ ജനങ്ങളെ പരിപാലിക്കുന്നവൻ. നമ്മൾ രാമരാജ്യം എന്ന് കേട്ടിട്ട് കാണും. ഇന്നൊരു പ്രത്യേക ദിവസമാണ്, ശ്രീരാമ നവമിയാണ്. മര്യാദാ പുരുഷോത്തമനായ, ലോകത്തിന് ധർമ്മമെന്നാണ്
ധർമ്മത്തിന്റെ വിഗ്രഹനായ സമ്പൂർണ്ണ മനുഷ്യനായ 64 ഗുണങ്ങളും ചേർന്ന് ഒരു മഹാ അവതാരത്തെ മനുഷ്യനെ ലോകത്ത് കാണിച്ചു കൊടുത്ത ആ ഭഗവാൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ജനിച്ച ദിവസമാണ് ഇന്ന്. നമുക്ക് അഭിമാനിക്കാൻ എത്ര സിദ്ധ മഹാപുരുഷന്മാര്. രാമരാജ്യം, ആ രാമരാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥ, ഭരണവ്യവസ്ഥ, ഒരു രാജാവ് എങ്ങനെയായിരിക്കണം? ഒരു രാജാവ് ആ രാജാവിന്റെ ഭാര്യയോ ആ രാജാവിന്റെ മകളോ ആ രാജാവിന്റെ മകനോ ബന്ധുക്കളോ കുറ്റം ചെയ്തു എന്ന് അറിയപ്പെട്ടാൽ ഒരു രാജാവ് എങ്ങനെയാവണമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത സാക്ഷാൽ മര്യാദാ പുരുഷോത്തമൻ വാണ നാടാണ് ഭാരതം. അത് ആ സംഭവം നടന്നത് ലങ്കയിൽ വെച്ചാണ്. രാവണനെ വധിച്ചതിന് ശേഷം സീതയെ ശുദ്ധീകരിച്ച് വാനരസേന രാമന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അത്യന്തം വൈകാരികമായ ഒരു രചനയാണ് അവിടെ ആ ആദികവിയുടെ തൂലികയിൽ നിന്നുണ്ടായത്. വാൽമീകിയുടെ അത്യന്തം വികാരഭരിതം ഒരു മഹായുദ്ധം, രാമരാവണ യുദ്ധം പോലൊരു യുദ്ധം ലോകത്തുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ആ യുദ്ധം ചെയ്ത് നേടിയ തന്റെ ഭാര്യയെ ആ നിമിഷം കൊണ്ടുവന്ന് ഒന്ന് ആലിംഗനം ചെയ്ത് കണ്ണീരണിഞ്ഞ്, അങ്ങനെയാണല്ലോ ചലച്ചിത്രങ്ങളൊക്കെ നായികാനായകന്മാരുടെ പരിസമാപ്തി. ആ കാത്തിരുന്ന നമ്മളെല്ലാം അത്ഭുതപ്പെടുന്ന ഒരു രംഗമാണ് അയോധ്യയിൽ ഉണ്ടാകുന്നത്. ഹനുമാനെയാണ് ആദ്യം പറഞ്ഞയച്ചത്. ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ രാവണനെ ഞാൻ വധിച്ചു, പോയി പറഞ്ഞു വാ. ഹനുമാനെ അയക്കാൻ കാരണമുണ്ട്. ഹനുമാരെ ഹൃദയം പിടിച്ചെടുക്കാൻ കഴിവുള്ള ആഞ്ജനേയൻ, അതായത് രാവണനെ വധിച്ചു എന്ന് കേട്ടാൽ സീതയുടെ മുഖഭാവം ഒപ്പിയെടുത്ത് എന്നോട് പറയണം. സ്ത്രീകൾക്ക് അവരുടെ മുഖത്ത് എല്ലാ വികാരങ്ങളും തെളിഞ്ഞു വരും. ആ മരണവാർത്ത കേട്ടാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സീത 1 വർഷം കഴിഞ്ഞതോ ജീവിച്ചതോ ഒന്നും രാമൻ അറിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഋഷി പറഞ്ഞതുകൊണ്ട്. രാമനോ കൂടെ വന്നവർക്കോ അറിയില്ല. അപ്പോ ലോകത്തെ സുന്ദരനായ ബുദ്ധിരാക്ഷസനായ രാവണനെ കൊന്നു എന്ന് കേട്ടപ്പോൾ ദുഃഖമാണോ സന്തോഷമാണോ അതേ അറിയണ്ടു. ആ സംഭവം ഒന്നും കഥ വിഷയം മാറുന്നതുകൊണ്ട് പറയുന്നില്ല. വന്ന് പറഞ്ഞു, ഒന്നും സംശയിക്കണ്ട, സീതാമാതാവ് അങ്ങനെ നിന്നതാണ്. പിന്നെയാണ് വിഭീഷണൻ പോകുന്നത്. രാജാവ് വിഭീഷണനാണ്. പിന്നത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ അധികാരം. വിഭീഷണൻ ആ രാക്ഷസികളോടെല്ലാം മാറി നിന്ന് 1 വർഷമായിട്ട് കുളിക്കാത്ത, 1 വർഷമായിട്ട് വസ്ത്രം മാറാത്ത, 1 വർഷമായിട്ട് ആഹാരം കഴിക്കാത്ത, 1 വർഷമായിട്ട് വെള്ളം മാത്രം, അല്പം വായു മാത്രം കഴിച്ച സീതാദേവി ഈ ശുദ്ധീകരിച്ചു കൊണ്ടുവരുന്നത്. സീതക്ക് ഇതേപോലെ രാമന്റെ മുന്നിൽ പോകണമെന്നാണ് ആഗ്രഹം. എൻ്റെ കഷ്ടപ്പാട് രാമൻ കാണണം. എല്ലാ പെണ്ണും അങ്ങനെയാണ് ആഗ്രഹിക്കുക, ഞാൻ കഷ്ടപ്പെട്ടത്. പക്ഷെ ഒരു ഭർത്താവും തൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു മഹാപുരുഷ മുനാരുടെ മുന്നിൽ വരാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ടെല്ലാം വൃത്തിയാക്കി നല്ല വസ്ത്രം ധരിച്ച് വരികയാണ്. വരുമ്പോഴും രാമൻ ആരവം നിർത്താൻ പറഞ്ഞു, പല്ലക്കിൽ നിന്ന് താഴെ ഇറങ്ങാൻ പറഞ്ഞു, പാതുകങ്ങളൊക്കെ അഴിച്ചു മാറ്റാൻ പറഞ്ഞു. നടന്നിട്ട് വരട്ടെ. സംഘർഷഭരിതമാവുകയാണ്. ഒരു രാജാവ് സ്വസ്തി പ്രജാഭ്യാം, പ്രജകളെ എങ്ങനെ ഭരിക്കണം? നാളെ അയോധ്യയിൽ പോയിട്ട് രാമരാജ്യത്തിന്റെ അയോധ്യയിൽ ചക്രവർത്തി പദം നേരിടേണ്ട ഞാൻ ഒരു ഭാര്യയ്ക്ക് നേരിടാൻ പോകുന്ന അപമൃതികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന ജനമധ്യത്തിൽ ആദ്യമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. നടന്നു വരട്ടെ, വന്ന ഉടൻ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് എന്നുള്ള നിലയിൽ ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്തു കഴിഞ്ഞു. ഇനി നിനക്ക് വിഭീഷണനെയോ സുഗ്രീവനെയോ വേണ്ട, അനിയൻ ലക്ഷ്മണനെയോ ആരെ വേണമെങ്കിലും നിനക്ക് വിവാഹം കഴിക്കാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഞാൻ എന്റെ ധർമ്മം ചെയ്തു കഴിഞ്ഞു. എന്താ ഇത്? രാമ 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 എന്ന് ജപിക്കുന്ന രാമനാണോ ഇങ്ങനെ പറയുന്നത്? അതെ. നമ്മൾ വെറും മനുഷ്യതലത്തിലല്ല ചിന്തിക്കേണ്ടത്, ഒരു അധികാര സ്ഥാനത്ത്. കാരണം രാവണൻ തൊട്ട
ഒരു പെണ്ണും പിഴക്കാതെ പോയിട്ടില്ല. എന്റെ സീത അത്യന്തം പരിശുദ്ധയാണെന്ന് രാമന് മാത്രമേ അറിയൂ. ഇവരൊന്നും പറഞ്ഞാൽ വിശ്വസിക്കില്ല. രാക്ഷസന്മാരാരും വിശ്വസിക്കില്ല. അവരെല്ലാം അങ്ങനെ പറഞ്ഞു കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നും പറഞ്ഞ് നാളെ ഈ പവിത്രക്ക് കളങ്കമുണ്ടാക്കുന്ന കണ്ട് അരണിക്കമ്പിന് തീ കൊടുക്കുന്ന പ്രക്രിയയാണ് അവിടെ രാമൻ ചെയ്തത്. സീത രാമന്റെ നിഴലായിട്ടല്ല, രാമന്റെ സംരക്ഷണത്തിലല്ല നേരിടേണ്ട അപവാദങ്ങളെ സീത സ്വയം, ഒരു ഭരണാധികാരി തന്റെ ബന്ധുക്കൾ തെറ്റ് ചെയ്താൽ ഇന്നത്തെ ഉൾപ്പെടെയുള്ള ജനനേതാക്കളും അധികാരസ്ഥാനത്തിരിക്കുന്നവരൊക്കെ ഈ പൃഥുവിന്റെയും രാമന്റെയും മാതൃക പിന്തുടരുകയെങ്കിലും ചെയ്യണം. ഒരു ഭരണാധികാരിയുടെ വേണ്ടപ്പെട്ടവർ തെറ്റ് ചെയ്താൽ അവരെ അത് സംശയമാണെങ്കിൽ പോലും പൊതുജനമധ്യം ശിക്ഷിക്കണം. അങ്ങനെ ശിക്ഷിക്കുമ്പോൾ ആ ശിക്ഷ ഏറ്റുവാങ്ങുന്ന സീതയുടെ പേരിൽ പൊതുജനത്തിന് അനുതാപമുണ്ടാകും. ശിക്ഷിച്ച രാമനോട് രാമാ ഇത് ശരിയല്ല എന്ന ബോധ്യവും ഉണ്ടാകും. അതാണ് ധർമ്മത്തിന്റെ നീതി എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു സംസ്കാരമാണ് ഇവിടെ ഭാഗവതത്തിൽ പൃഥുവിലൂടെ പറയുന്നത്. ദീർഘിച്ച് പറയാനുള്ള സമയപരിമിതി കൊണ്ട് ധ്രുവന്റെ വംശത്തിൽ ആണ് പൃഥു ജനിക്കുന്നത്. ഈ പൃഥുവിന്റെ പിതാവ് വേനൻ എന്ന ഒരു രാജാവാണ്. വേനൻ. കുട്ടികൾ 3 തരമുണ്ടെന്ന് നമുക്കറിയാം: പ്രകൃതി, വികൃതി, സുകൃതി. എല്ലാ കുട്ടികളിലും ഒരു പ്രാകൃത സ്വഭാവം ഉണ്ടാകും. സ്കൂളിലേക്ക് പോയാൽ ഗേറ്റ് പൂട്ടിക്കണ്ടാൽ പ്രാകൃത സ്വഭാവമുള്ള കുട്ടി മതിൽ ചാടി കടക്കും. വികൃതി സ്വഭാവമുള്ള കുട്ടി അവിടെ പോയാൽ പൂട്ട് പൊളിക്കും. സുകൃതി സ്വഭാവമുള്ള കുട്ടി അത് തുറക്കണ്ടാൾ വരുന്നത് വരെ കാത്തിരിക്കും. വേനൻ എങ്ങനെ, മകൻ പൃഥു എങ്ങനെ എന്ന് നമുക്ക് നോക്കണം. നല്ല അച്ഛന്റെ മകനായാലും അമ്മയുടെ മകനായാലും അത് അസുരവിത്തായി മാറാൻ സാധ്യതയുണ്ട്. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ മകനാണ്, ഭൂമിദേവിയിലുണ്ടായ പുത്രനാണ് നരകൻ. അറിയോ? നരകനെ നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാ? നരകാസുരൻ. ഭഗവാന്റെ മകൻ എങ്ങനെ അസുരനായി? 18 വയസ്സുവരെ ഭൂമിദേവി അമ്മ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല കുട്ടിയായ നരകൻ അസുരനായ ബാണനുമായിട്ട് കൂട്ടുകൂടി. മക്കളെ ശ്രദ്ധിക്കണം. അന്ന് മുതൽ നല്ല അച്ഛന്റെയും അമ്മയുടെയും മകനായ നരകൻ അസുരനായി. അങ്ങനെ ആസുരിക വൃത്തി ചെയ്തുകൊണ്ടിരിക്കെ നാരദമുനിയുടെ ശാപമുണ്ടായി, നിന്റെ പിതാവിനെ കൊണ്ട് തന്നെ നീ മരണപ്പെടട്ടെ എന്ന്. വിഷ്ണു കൃഷ്ണനായിട്ട് ജനിച്ചിട്ട് ആണല്ലോ, അങ്ങനെയാണ് ദീപാവലി ഉണ്ടായത്, നരകനെ വധിക്കുന്നത്. അപ്പോ അച്ഛനും അമ്മയും നല്ലവരാണെന്നത് കൊണ്ട് കാര്യമില്ല. ഈ വേനന്റെ ദുഷ്ചെയ്തികൾ കൊണ്ട് വേനന്റെ പിതാവായ അങ്കൻ, വളരെ നല്ലവനായ അങ്കൻ, ഒരു ദിവസം രാത്രി നാട് വിട്ടുപോയി. അതിലൊക്കെ തെറ്റുണ്ട്. ഭാഗവതം പറയുന്ന സൈക്കോളജി, മനഃശാസ്ത്രം എത്ര വലുതാണ്. മകൻ താന്തോന്നിയായിട്ട് അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്ത കേരളം നടന്നുകൊണ്ടിരിക്കുക. മകൻ മാരക മയക്കമരുന്ന് ഉപയോഗിക്കുന്നു, അമ്മ ആത്മഹത്യ ചെയ്യുന്നു, അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു. ഇവിടെ ഈ അങ്കൻ ആത്മഹത്യ ചെയ്തില്ല, ഭാര്യ ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെ പോലും പറയാതെ നിർലജ്ജം നിർഭീരുവായിട്ട് നാടുവിട്ടുപോയി. വേനന്റെ താന്തോദിത്തം കൂടി. കുട്ടികളെ കൂടെ കളിക്കുന്ന കുട്ടികളെ കൊന്നു തിന്നാൻ തുടങ്ങി. കാട്ടിൽ പോയിട്ട് മൃഗങ്ങളെ പച്ചയോടെ ചോര കുടിച്ച് തിന്നാൻ. വേനന്റെ രഥയാത്ര മതമിളകിയ ആനയെ പോലെ. അവസാനം
ഈ വേനനെ അനാഥമായ രാജ്യത്തിന് രാജാവാകണമല്ലോ എന്ന് കരുതി രാജാവാക്കിയ ഋഷിമാർക്ക് തന്നെ അവനെ കൊല്ലേണ്ടി വന്നു. അവിടെ ഋഷിമാർക്ക് തെറ്റുപറ്റുന്നുണ്ട്, അച്ഛൻ അങ്കന് തെറ്റുപറ്റുന്നുണ്ട്, വളർത്തിയ വേനന്റെ അമ്മക്ക് തെറ്റുപറ്റുന്നുണ്ട്. ഈ തെറ്റുകളെല്ലാം 2025 ഏപ്രിൽ 6-നും ഈ നാട്ടിൽ ശരിയാണെന്ന് തോന്നുന്ന ജീവിത രീതികളാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് വേനൻ ഉണ്ടായത് അതറിയണം. അങ്കൻ എന്ന രാജാവിന് മക്കളുണ്ടായിരുന്നില്ല. ഒടുവിൽ വലിയ യാഗം ചെയ്ത് സർവയജ്ഞപതിയായ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു, ഒരു പായസം കൊണ്ടുവന്നു. ആ പായസം യജ്ഞപ്രസാദം എങ്ങനെ, ഇത് ഇവിടെ ഇപ്പൊ ഒരു സത്രവും യജ്ഞവുമായ ഒരു ധന്യമായ കാര്യം നടക്കുകയാണ്. ഇവിടെ നമ്മൾ പറയുന്ന ചെയ്യുന്ന ചെയ്തികളെല്ലാം നമുക്ക് ഗുണവും ദോഷവുമായിട്ട് വരും. യജ്ഞത്തെ, ഭക്തിയെ അത്രയും പാവനമായി കാണണം. ഈ അങ്കൻ എന്ത് ചെയ്തു എന്നറിയോ? യജ്ഞപ്രസാദം ഭഗവാൻ വിഷ്ണു കൊടുത്തതാണ്, അത് മണപ്പിച്ചു. ആ പായസം വല്ല കാര്യമുണ്ടോ? ഒരു പ്രസാദം ആരെങ്കിലും മണപ്പിച്ചു നോക്കൂ. ആ പ്രസാദം കഴിച്ച് ഉണ്ടായ മകനാണ് വേനൻ. എന്നിട്ടോ നാട് വിട്ടുപോയി. ഇവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഒടുവിൽ വേനന്റെ ദുർചെയ്തികൾ കൊണ്ട് ഋഷികൾ തന്നെ അവന്റെ കൊട്ടാരത്തിൽ പോയിട്ട് മന്ത്രശബ്ദഘോഷണം കൊണ്ട് കൊട്ടാരത്തിൽ വെച്ച് വേനനെ കൊന്നു. ബ്രാഹ്മണ സമത്രിഗോത്തോ ദീനാനാം സമുപേക്ഷിതം സ്രവതേ ബ്രഹ്മ തസ്യാപി ഭിന്നദണ്ഡാത് പയോധഥാ. ബ്രാഹ്മണ ശ്രേഷ്ഠന്മാര്, അവിടെ ബ്രാഹ്മണ ഋഷികളൊക്കെ ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണനാണല്ലോ. ആ മരണപ്പെട്ട വേനന്റെ തുട, കാലിലെ തുട ആ ബ്രഹ്മജ്ഞാനികൾ കടഞ്ഞപ്പോൾ അതിൽ നിന്ന് കുറുകിയ കറുത്ത നിറമുള്ള ഒരു സത്വം ഉണ്ടായി. അതാണ് ഭൂമിയിലുണ്ടായ കാട്ടാളന്മാരുടെ, നിഷാദന്മാരുടെ വംശം. പിന്നീടാണ് കൈകൾ, വലത് കൈയും ഇടത് കൈയും കടഞ്ഞ് ആ കൈകളിൽ നിന്ന് ഒരു തേജോപുഞ്ചമായ പുരുഷനും സ്ത്രീയുമുണ്ടായി. വൈഷ്ണവ ചൈതന്യവും ലക്ഷ്മി ചൈതന്യവുമുള്ള ആ കുട്ടികൾ, ആ ആൺപ്രജയാണ് പൃഥു, ലക്ഷ്മി അവതാരമായ പെൺപ്രജയാണ് അർച്ചിസ്. പൃഥുവിനെ രാജാവാക്കി. ഒരു പൈതൃക പരമ്പര നോക്കണം. ധ്രുവന്റെ കുടുംബത്തിലാണ് വേനനും അങ്കനും ധ്രുവനും. നമ്മളെ തറവാട്ടിലും കുടുംബത്തിലും നല്ലവരും ചീത്തവരും ഒക്കെ എങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മൾ ജാതകം പരിശോധിച്ചാൽ ഉത്തരം കിട്ടും. ഒരു നല്ല മകൻ, മദ്യപാനി താന്തോന്നിയായ മറ്റൊരു മകൻ, ഒരേ അമ്മയുടെ വയറ്റിൽ. അവ അമ്മയുടെ അച്ഛന്റെ മുതുമുത്തച്ഛന്റെ ജാതകം നോക്കിയാൽ, ഈ പൃഥുവിന്റെ 7 തലമുറക്കപ്പുറം നോക്കിയാൽ ധ്രുവന്റെ കൊട്ടാരത്തിലേക്ക് എത്തും. ധ്രുവൻ ഉത്താനപാദ മഹാരാജാവിന്റെ മകനാണ്. ഉത്തമനും ധ്രുവനും സുനീതിയും സുരുചിയും. ആ സംഘർഷം, ധ്രുവൻ ഉത്താനപാദന്റെ 5 വയസ്സുള്ളപ്പോ മടിയിൽ കയറിയിരുന്നപ്പോഴാണല്ലോ സുരുചി പിടിച്ച് താഴെ ഇട്ടിട്ട് എന്റെ വയറ്റിൽ ജനിക്കണമെന്ന് ഭാഗവത കഥ. അന്ന് മുതൽ ധ്രുവന്റെ മനസ്സിൽ അച്ഛനോടുള്ള സ്നേഹവും ബഹുമാനവും ആരാധനയും ഈ രണ്ടാനമ്മയോടുള്ള പ്രതിഷേധവും പകയും ഒരേ മനസ്സിൽ ഇരട്ട വ്യക്തിത്വത്തിന്റെ ജീനുക്കൾ സന്തതി പരമ്പരകളിലൂടെ വരുമ്പോൾ ഒന്ന് മഹാദുഷ്ടനായ വേനനും മറ്റൊന്ന് മഹാഗുണനിധിയായ പൃഥുവുമായിട്ട് വരും. നമ്മളിൽ ഇരട്ട വ്യക്തിത്വമുണ്ടെങ്കിൽ അടുത്ത തലമുറകൾക്കെങ്കിലും രക്ഷ കൊടുക്കാൻ ആ വ്യക്തിത്വമില്ലാതെ സദ്ഗുണനിധിയായിട്ട് വരണമെന്ന് ഭാഗവതം പറയാണ്.
അങ്കൻ, മകൻ വേനൻ, വേനന്റെ മകൻ പൃഥു. എല്ലാ ഋഷിമാരും ചേർന്ന് വീണ്ടും പൃഥുവിനെ രാജാവാക്കി. രാജാവായ പൃഥുവിനെ വാഴ്ത്താൻ ധാരാളം, നമ്മൾ ഈ കേരളത്തിലൊക്കെ, ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്ന ആളാണ്. കണ്ണൂരിൽ അവിടെ നിരവധി അംഗത്തട്ടുകൾ, ചേകവന്മാർ, പൊരുതി ജയിക്കുന്നവർ, പൊരുതി മരിക്കുന്നവർ, വാളിന്റെയും ചിലമ്പിന്റെ ഒക്കെ കഥയുള്ള രണനാടാണ് പൊതുവെ മലബാർ എന്ന് പറയും. അപ്പൊ ഈ രണധീരന്മാരെ വാഴ്ത്താൻ പാണന്മാരുണ്ടാവും, പുകഴ്ത്താൻ. എല്ലാ രാജാക്കന്മാരെയും വാഴ്ത്തുപാട്ടൽ ആദ്യമായിട്ട് ആ സഭയിൽ വെച്ച് പൃഥു പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ ആരും എന്നെ വാഴ്ത്തുകയോ പുകഴ്ത്തുകയോ ചെയ്യരുത്. ഞാൻ ഭരണമേറ്റെടുത്തിട്ടില്ല. എന്റെ ഭരണം നിങ്ങൾ കാണൂ, ആ ഭരണത്തെ വിലയിരുത്തൂ, അതിനെ വിമർശിക്കൂ. അതുകൊണ്ട് ആരും ഇനി എന്നെ പുകഴ്ത്തരുത് എന്ന് ലോകത്താദ്യമായിട്ടൊരു ഭരണാധികാരി ഒരു നിയമം പുറപ്പെടുവിക്കുകയാണ്. ദൃഢവ്രത സത്യസന്ധോ, പൃഥുവിന്റെ ഗുണങ്ങൾ: ദൃഢവ്രത, സത്യസന്ധോ, ബ്രഹ്മണ്യോ, വൃദ്ധസേവക, വൃദ്ധന്മാരെയൊക്കെ സേവിക്കുന്ന, ശരണ്യ സർവഭൂതാനാം, സർവഭൂതങ്ങൾക്കും ശരണം പ്രാപിക്കാൻ പറ്റിയ, മാനദോ ദീനവത്സല, ദീനത അനുഭവിക്കുന്നവരോട് വാത്സല്യമുള്ള, മഴ കൊണ്ടും വെയിൽ കൊണ്ടും ആ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ കരയുന്നവരോട് വാത്സല്യമുള്ള, മാതൃഭക്തി പരസ്ത്രീഷു, പരസ്ത്രീകളെ, മറ്റ് സ്ത്രീകളെ അമ്മയെ പോലെ കാണുന്ന, പത്ന്യാം അർദ്ധ ഇവാത്മജ, ഭാര്യയെ പാതി ശരീരമായി അർദ്ധ ശരീരമായി കാണുന്ന, പ്രജാസു പിതൃവത്സനിഗ്ധ കിങ്കരോ ബ്രഹ്മവാദിനാം ആയ പൃഥു രാജ്യഭരണം തുടങ്ങലും രാജ്യത്ത് രൂക്ഷമായ വരൾച്ചയും ഭക്ഷ്യക്ഷാമവും. ജനങ്ങളുടെ ജഠരാഗ്നി മുഴുവൻ വിശന്ന് കരിഞ്ഞു. അലമുറകളുടെ ആവലാദികളുടെ പ്രളയം. ആയുധവും എടുത്തിട്ട് ഈ സമയത്താണ് സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്തു ന്യായേണ മാർഗേണ മഹീം മഹീശ, ന്യായമാർഗത്തിൽ ഒരു രാജാവ് രാജ്യം ഭരിക്കേണ്ടത്. ഗോ, പശുക്കൾക്ക്, ബ്രാഹ്മണർക്ക്, ബ്രഹ്മജ്ഞാനികൾക്ക്, ഗോവ്, ജീവജാലങ്ങൾക്ക്, സുഖമസ്തു നിത്യം, എല്ലാ ജീവജാലങ്ങൾക്കും, സർവജ്ഞാനികൾക്കും. ജ്ഞാനികൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു. ആ ജ്ഞാനികളെയാണ് ബ്രാഹ്മണരെന്ന് പറയാം. ലോക സമസ്ത സുഖനോ ഭവന്തു, അല്ലേ രാജാവ്? കൊട്ടാരത്തിൽ വേണ്ടപ്പെട്ടവർക്ക് തിന്നാൻ കിട്ടും. പ്രജകൾ കരയുമ്പോൾ ഈ ഭൂമിയോട് എതിരിടാൻ പൃഥുരാജാവ് ആയുധമെടുത്തു. ഭൂമിദേവി, വിഷ്ണു പത്നി നമസ്തുഭ്യം, മഹാവിഷ്ണുവിന്റെ പത്നിയാണ്, ധർമ്മപത്നിയാണല്ലോ ഭൂമിദേവി. അങ്ങനെ ഭർത്താവായ വിഷ്ണു ഭഗവാനെ സ്തുതിച്ചു. ഭൂമിദേവി പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, പൃഥുവോട് പറഞ്ഞു, അച്ഛൻ വേനന്റെ ഭരണകാലത്ത് ആദ്യം അദ്ദേഹം ചെയ്തത് എല്ലാ യജ്ഞങ്ങളെയും നിരോധിക്കുകയാണ്. സർവയജ്ഞങ്ങളും ഇല്ലാത്ത ഭൂമി, സർവ നന്മയുമില്ലാതെ കരിഞ്ഞുണങ്ങിയതാണ് മകനെ പൃഥു. എന്നിട്ട് പറയാണ്, നീ ആവശ്യപ്പെട്ട ഉടൻ കൊടുക്കാൻ പാടില്ല. മക്കളൊക്കെ എനിക്ക് ഇത്ര 15 ലക്ഷത്തിന്റെ കാറ് വേണം, പിറ്റേ ദിവസം കാറ്, എനിക്ക് ഇത്ര കോടിയുടെ വീട്, ഇതൊക്കെ തെറ്റാണ്. നീ, അമ്മമാര് പറയണം, അച്ഛന്മാര് പറയണം, നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചാൽ നിനക്കത് വാങ്ങിച്ചു തരും. നീ സദ്ഭരണം നടത്തി കാണിക്കട്ടെ. സമാം ച കുരുമാം രാജൻ ദേവവൃഷ്ടം യഥാപായ അപർത്താവസി ഭദ്രം ദേ ഉപാവർത്തതേ മേ വിഭോ. സമാം ച കുരുമാം രാജൻ, ഹേ രാജാവേ, ദേവവൃഷ്ടം യഥാപയ, ആ ആകാശത്ത് നിന്നും ഗംഗാനദി പോലെ ജലം ഭൂമിയിലേക്ക് ഒഴുകിയാൽ, ഇവിടെ വരൾച്ചയാണല്ലോ,
ആ ജലത്തെ ഭദ്രമായി സംരക്ഷിക്കാൻ നീ സംവിധാനമുണ്ടാക്കണം. കൂപങ്ങളും കുളങ്ങളും കിണറുകളും കുന്നുകളും സമതലങ്ങളും ആ രാജ്യത്തെ നീ കുഴച്ചു മറച്ച് ആദ്യം ജലമുണ്ടാക്കട്ടെ. മഴക്കാലത്തെ വെള്ളം മഴ പെയ്തതിന് ശേഷവും സംഭരിക്കാൻ നിനക്ക് കഴിയണം. പൃഥു ഭരണം തുടങ്ങി. ആദ്യമായിട്ട് വാസസ്ഥലങ്ങൾ ഉണ്ടാക്കിയത്, ആദ്യമായിട്ട് ഗ്രാമങ്ങളും നഗരങ്ങളും ഉണ്ടാക്കിയത്, കൃഷിസ്ഥലങ്ങൾ ഉണ്ടാക്കിയത് പൃഥുവാണ് എന്ന് തന്നെ പറയാം. എല്ലാവരുടെയും ഇഷ്ടം പൃഥുവിന് കിട്ടി. കലവറയില്ലാത്ത മനസ്സുകൊണ്ട് ജനസ്നേഹമാർജിച്ച് സ്വർഗ നരകങ്ങളെ പോലും ഭയപ്പെടാത്ത തെളിഞ്ഞ ബുദ്ധിയുള്ളത് കൊണ്ട് ഈ പൃഥു ഭരിച്ചത് കൊണ്ടാണല്ലോ പൃഥ്വി എന്ന ഭൂമി പര്യായമായത്. യജ്ഞാദ്ഭവതി പർജന്യ, യജ്ഞങ്ങൾ ആരംഭിച്ചു. എങ്ങനെയായിരിക്കണം ഭൂമിയോട് മനുഷ്യന്റെ സമീപനമെന്ന് ഭാഗവതം പറയൂ. ഇവിടുത്തെ കൃഷിസ്ഥലങ്ങൾ, ഇവിടുത്തെ ജലസംഭരണികൾ, ഇവിടുത്തെ വൃക്ഷങ്ങൾ, പ്രകൃതി പൂജ ആദ്യമായിട്ട് ഇന്ന് കാണുന്ന പ്രകൃതി സ്നേഹികളൊക്കെ ജനിക്കുന്നതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയെ പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പഠിപ്പിച്ച ആചാര്യന്മാര് ഭാഗവതമുണ്ടായ നാട്. അങ്ങനെ പൃഥുവിന്റെ നാട്ടിൽ ഈ ഭൂമി സസ്യശ്യാമള കോമളമായി. ആ പൃഥുരാജാവ് 100 അശ്വമേധ യജ്ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചു. 99 എണ്ണം കഴിഞ്ഞു. എല്ലാ യാഗങ്ങൾക്കും ഒടുവിൽ സംഭവിക്കുന്നത് പോലെ ഇന്ദ്രൻ യജ്ഞാശ്വത്തെ കട്ടു. പൃഥുവിന്റെ മകൻ പോയി ആ യാഗാശ്വത്തെ തിരിച്ചു കൊണ്ടുവന്നു. കുപിതനായ പൃഥു ഇന്ദ്രനെ വധിക്കാൻ ആയുധമെടുത്തപ്പോൾ ബ്രഹ്മാവ് തൊട്ട് മഹാവിഷ്ണു തൊട്ട് എല്ലാവരും വന്ന്, പ്രപഞ്ചനീതിക്ക് ചില സംവിധാനങ്ങളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇന്ദ്രൻ വൈഷ്ണവാംശം കൂടിയാണ്. അങ്ങനെ വിഷ്ണു ഭഗവാൻ തന്നെ യജ്ഞവേദിയിൽ, കാരണം പൃഥു പറഞ്ഞാൽ മഹാധർമ്മിഷ്ഠനായ ശ്രീരാമചന്ദ്രനെ പോലെ ഉറച്ച ദൃഢവ്രതനായ പൃഥു ഇന്ദ്രനെ വരുത്തി വധിക്കും അറിഞ്ഞിട്ട് തന്നെയാണ് ഭഗവാൻ ഇന്ദ്രനെ ആ യജ്ഞശാലയിൽ കൊണ്ടുവന്നത്. സുധിയ സാധവേ ലോക നരദേവ നരോത്തമ നാഭിദ്രുഹ്യന്തി ഭൂതേഭ്യോ യർഹിനാത്മോകലേവരം. വിവേകികളുടെ പ്രത്യേകതയാണ്. അശ്വത്ഥാമാവിന് ആ വിവേകം ഉണ്ടായില്ല. ബ്രഹ്മാസ്ത്രം പാണ്ഡവരുടെ നേരെ, ഭൂമിയുടെ നേരെ പ്രയോഗിച്ചപ്പോൾ വ്യാസനും എല്ലാ ആചാര്യന്മാരും ആ ബ്രഹ്മാസ്ത്രം പിൻവലിക്കാൻ കൃഷ്ണൻ ഉൾപ്പെടെ പറഞ്ഞപ്പോ ഈ പൈശാചവർഗത്തിൽപ്പെട്ട ആ അശ്വത്ഥാമാവ്, പകയുടെ രൂപമായ അശ്വത്ഥമാവ് പിൻവലിച്ചില്ല. അർജുനനും ബ്രഹ്മാസ്ത്രം തൊട്ടപ്പോ അവരെ പറഞ്ഞ് പ്രതിസംഹരിച്ചു. നല്ലവരങ്ങനെയാണ്. ഇവിടെ പൃഥു ആയുധം താഴെ വെച്ചു. സൽഭരണം നടത്താനുള്ള മാർഗനിർദ്ദേശം അവിടെ വിഷ്ണു ഭഗവാൻ എങ്ങനെ ഒരു രാജാവ് വേണം എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒടുവിൽ ചോദിച്ചു, അങ്ങേക്ക് എന്താണ് വരം വേണ്ടത് എന്ന്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ഈ വരത്തിനാണ്. ഒരു ചെറിയ ലോട്ടറി എങ്കിലും അടിക്കേണ്ട വരം കിട്ടിയാൽ നന്നായിരുന്നു. ഈ പ്രാർത്ഥന ഭഗവാൻ നേരിട്ട് വന്ന് ചോദിച്ച് പ്രഹ്ലാദനോട് ചോദിച്ചല്ലോ നരസിംഹമൂർത്തി, എന്താ വരം വേണ്ടത്, എന്ത് വരം വേണം ചോദിച്ചോ. ഭഗവാനെ തൊഴുത് പ്രഹ്ലാദമൂർത്തി പറഞ്ഞത്, ലോകത്തുള്ള സകല വരങ്ങളും വാങ്ങി രാജ്യം ഭരിച്ച അച്ഛനാണ് അവിടെ കിടക്കുന്നത്, ഇനി വാങ്ങാൻ ബാക്കി വരൊന്നുമില്ല. അതുകൊണ്ട് വരം വാങ്ങാതിരിക്കാനുള്ള വരം എനിക്ക് തരണം എന്നാ പറഞ്ഞത്. പൃഥു പറഞ്ഞു, ഭഗവാന്റെ നാമങ്ങൾ കേൾക്കാൻ, ഭഗവാന്റെ ചരിതങ്ങൾ കേൾക്കാൻ എനിക്ക് 10,000 കാതുകൾ ഉണ്ടാകണം. ഭദ്രം കർണേഭി ശൃണുയാമദേവ.
ഭാഗവതം നവതാഭക്തിയെ പറ്റി പറയുന്നതൊക്കെ ആചാര്യന്മാരെ പറഞ്ഞു കാണുമല്ലോ. നവതാഭക്തി അറിയാലോ. നവതാഭക്തിയിൽ ആദ്യത്തേത് ശ്രവണം, അവസാനത്തേത് ആത്മനിവേദനം, 9ാമത്തത്. അപ്പൊ ഒരു ഭക്തന് ആദ്യം വേണ്ടത് 2 ചെവിയാ. ഭക്തിയൊക്കെ പിന്നെയാ. ശ്രവണം, കീർത്തനം വിഷ്ണു. എന്താ നീ പഠിച്ചത്? പ്രഹ്ലാദനെ മടിയിലിരുത്തിട്ട് ചോദിച്ചു അച്ഛൻ ഹിരണ്യകശിപു, നീ എന്താ പഠിച്ചത്? ശ്രവണം, കീർത്തനം വിഷ്ണു. ആ 9 ഭക്തിയാ അച്ഛന്റെ മടി കിടന്ന് പറഞ്ഞത്. അപ്പൊ ആദ്യം നമുക്ക് വേണ്ടത്, പൃഥു പറയാണ്, 1000 എനിക്ക് 2 കാതൊന്നും പോരാ. കാതെന്തിനു തന്നു ഭഗവാൻ? നാവെന്തിനു തന്നു ഭഗവാൻ? കണ്ണെന്തിനു തന്നു ഭഗവാൻ? യാതൊന്നു കാൺമതത് നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതത് നാരായണ സ്തുതികൾ. കേൾക്കുന്നതെല്ലാം എനിക്ക് നാരായണന്റെ. ഭഗവാനെ, അതുകൊണ്ട് അങ്ങയുടെ സ്മരണയും അങ്ങയുടെ സ്മൃതിയും മതി എന്ന് പ്രാർത്ഥിച്ചു. താൻ ആഗ്രഹിച്ചതുപോലെയൊക്കെ ഭരിക്കാൻ കഴിയട്ടെ. ദേവ, ഋഷി, പിതൃ, ഗന്ധർവ, ചരണ, കിന്നര, നാഗ, അപ്സര, ഭൂത, മനുഷ്യഗണങ്ങളെല്ലാവരും പൃഥുവിനെ അനുഗ്രഹിച്ചു. നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ടതൊരു മകനോ മകളോ ഏത് ശ്രേഷ്ഠകർമ്മത്തിനും പോകുമ്പോൾ സർവരുടെയും അനുഗ്രഹം അവരിലുണ്ടാകണം. പൃഥു ഗുണായനം ശീലധനം കൃതജ്ഞം വൃദ്ധാശ്രയം സംവൃണതേനു സംവദ പ്രസീദതാം ബ്രഹ്മകുലം ഗവാം ച ജനാർദ്ദനസാനു ചരശ്യമഹ്യം. ബ്രാഹ്മണർക്കും ജ്ഞാനികൾക്കും അന്നവസ്ത്രാദി തർപ്പണം ചെയ്യുന്നവർക്കും അഗ്നിയിൽ ഹോമദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പറയാം. പ്രസീദതാം ബ്രഹ്മകുലം ഗവാം ച. ബ്രാഹ്മണർക്കും ജ്ഞാനികൾക്കും ചെയ്യുന്ന അന്നവസ്ത്രാദി തർപ്പണം. ബ്രാഹ്മണർക്കും ജ്ഞാനികൾക്കും ദാനം കൊടുക്കണം. കാല് കഴുകി ചൂട്ട് എന്ന് കേട്ടിനോ? ആദ്യമായിട്ട് ലോകത്ത് പൃഥുവാണ് കൊണ്ടുവന്നത്. ഇപ്പൊ ഒരു അമ്പലത്തിൽ മഹോത്സവം, കൊടിയേറ്റം, ദ്രവ്യകലശം, അഷ്ടബന്ധകലശം, പൂജകൾ, സകല 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 ആരാധനാക്രിയകൾക്കൊക്കെ അപ്പുറത്തൊരു പൂജയുണ്ട്, മഹാപൂജ. ബ്രാഹ്മണരുടെ കാല് കഴുകിച്ചൂട്ട് പൃഥുവാണ് കൊണ്ടുവന്നത്. അതാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സജ്ജനങ്ങളുടെ അടുത്ത് പോയി നിന്നാൽ, അടുത്ത് പോയി നിൽക്കുന്നവർക്ക് 1500 പ്രതിരോധ കോശങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞത്. വൃദ്ധജനങ്ങൾ, ജ്ഞാനികൾ, ബ്രാഹ്മണർ, ഗോക്കൾ, ഇവരിലെല്ലാം ഭഗവാന്റെ പ്രസാദമുണ്ടാകും. ഇതുകൊണ്ട് രാജപദവി വളരെ പവിത്രമായി കണ്ട ഭാരതം, ഭാഗവതം രാജധർമ്മത്തെ ഊട്ടിയുറപ്പിക്കുന്ന സംവിധാനം ലോകത്തുണ്ടാക്കിയത്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികന്മാര രാജാക്കന്മാര് ഭരണം കിട്ടാൻ അച്ഛനെ കൊന്ന് ജയിലിലിട്ടില്ല, മകനെ പിടിച്ച് തടവറയിലിട്ടില്ല, യുദ്ധങ്ങൾ നടത്തിയില്ല, പടയോട്ടങ്ങൾ നടത്തിയില്ല. അത് രാഷ്ട്രഭരണം ഒരു ധർമ്മ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ചെയ്തു. 100 അശ്വമേധ യാഗപുണ്യം പൃഥുവിനുണ്ടായി. ഈശ്വരൻ എവിടെയാണ്? ഈശ്വരൻ എവിടെയാണ് ഉണ്ടാവുക? പൃഥുവിന്റെ ചോദ്യമുണ്ട്. സമചിത്തന്മാരിൽ, ഉത്തരം കേട്ടോ, സമചിത്തന്മാരിൽ. സുഖദുഃഖേ സമീകൃത്വ ലാഭോ ലാഭോ ജയാ ജയ, ലാഭം ജയം അജയം പരാജയം, സുഖം ദുഃഖം, ഇത് ആര് ഒരുപോലെ കാണുന്നുവോ, വെറുപ്പ്, വിദ്വേഷം, അമിത സ്നേഹം ഇതില്ലാത്തവരിൽ, എല്ലാവരെയും സമദർശിയായി കാണുന്ന ശുദ്ധ ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്. ഇവിടെ ഭക്തിപദത്തിലെ ഒരു ധന്യമായ മുഹൂർത്തം പൃഥു ആ രാജാവായിരിക്കുന്ന വേളയിൽ ഈ മഹത്തുക്കളെ, ഈ പറഞ്ഞവരെല്ലാം കാല് സുവർണ കിരീടം ആ സന്യാസിമാരുടെ പദങ്ങളിൽ വെക്കുമ്പോഴാണ് ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥ പരിപൂർണമാകുന്നത്. യഥാ ചരേത് ബാലഹിതം പിതാ സ്വയം.
തഥാ സ്വമേവാർഹസിന സമീഹതും. ഈ വരി പ്രത്യേകം ഭാഗവതം ഊന്നി പറയുന്ന വരിയാണ്. യഥാ ചരേത് ബാലഹിതം പിതാ സ്വയം. ഒരു കുട്ടിയുടെ കൈ പിതാവ് സ്വയം പിടിച്ചു നടത്തുന്നത് പോലെ തഥാ ത്വമേവാർഹസിന സമീഹതും. അല്ലയോ മഹാപ്രഭോ, വിഷ്ണുവിനോട് പറയാണ് പൃഥു, ഒരു പിതാവ് കുഞ്ഞിന്റെ കൈ പിടിച്ചു നടത്തുന്നത് പോലെ ഭഗവാനെ മഹാപ്രഭോ അങ്ങ് എന്റെ കൈയും പിടിച്ചു നടത്തണം. അതുകൊണ്ടാണ് ദൈവദശകത്തിൽ നാരായണ ഗുരു ആദ്യത്തെ ശ്ലോകത്തിൽ ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. ഒരച്ഛൻ അമ്മ കുട്ടിയുടെ കൈ പിടിക്കണം. കുട്ടി അച്ഛന്റെയോ അമ്മയോ കൈ പിടിച്ചാൽ ഉത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ കൂട്ടം തെറ്റിയാൽ കണ്ടെത്താൻ കഴിയില്ല. കുട്ടിയുടെ കൈ വേഗം പിടിവിട്ടു പോകും. എന്നാൽ അച്ഛനോ രക്ഷിതാക്കൾ പിടിച്ച പിടുത്തം വിടില്ല. അതുകൊണ്ട് ഈശ്വരനെ നമ്മളല്ല പിടിക്കേണ്ടത്, ഈശ്വരൻ നമ്മുടെ കൈ പിടിക്കണമെന്നാണ് പൃഥു ദേവൻ. യഥാ ചരേത് ബാലഹിതം പിതാ സ്വയം. ഭക്തിയാണ് ഭക്തനുള്ള സമ്മാനം. ഭക്തിയാണ് ഭക്തനുള്ള സമ്മാനം. വിശുദ്ധക്കായ ഭഗവാൻ, ആ ഭഗവാനുമായിട്ട് പൃഥു ലയം ചെയ്യുകയാണ്. ഭാഗവതം എഴുതിയത് ഒരു മഹാമുനിയാണ്. ഭാഗവതം ആദ്യം പറയുന്നത് ബാലഭാവത്തിലുള്ള യോഗിയായ പരമഹംസനായ സുഖബ്രഹ്മർഷിയാണ്. ഭാഗവതം ആദ്യമായിട്ട് കേട്ടത് സമ്പൂർണ്ണ വൈരാഗ്യം വന്ന ഒരു മഹാചക്രവർത്തിയായ പരീക്ഷിത്തുമാണ്. എഴുതിയ ആള്, പറയുന്ന ആള്, കേൾക്കുന്ന ആള്, ഇതൊക്കെ ഒരേ താനത്തിൽ വസിക്കുമ്പോഴാണ് ഭാഗവത ധർമ്മം ഉണ്ടാകുന്നത്. അവിടെയാണ് ക്രാന്തദർശിയായ ഒരു ഋഷിയുടെ കവനതൂലിക പതിറ്റാണ്ടുകൾ കടന്നും ഇന്നും ഇതാ ഈ 21-ാം നൂറ്റാണ്ടിലും ഈ മഹാസദസ് ഈ 8:30 കഴിഞ്ഞിട്ടും ആ തൂലികയുടെ ആ നറുമുത്തുകൾ കേൾക്കാൻ വന്നിരിക്കുന്നത്. അതാണ് ബാദരായണ ഋഷി എന്ന വ്യാസൻ. അതുകൊണ്ടാണ് ബാദരായണ ഋഷി 7 ചിരഞ്ജീവികളിൽ ഒരാളായതെന്ന് മനസ്സിലാക്കുക. പൃഥു ചരിത്രത്തിന്റെ പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. ഒരു ദിവസം പൃഥുവിന്റെ കൊട്ടാരത്തിൽ സനത് കുമാർ, സനകൻ, സനന്ദനൻ, സനാതനൻ 4 ബാലയോഗികൾ വന്നു. വിടവാങ്ങുന്ന നേരം വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിരിക്കും. അങ്ങനെ വേണ്ട ധർമ്മോപദേശം നൽകി അവർ ഋഷികൾ മുകളിലേക്ക് ഉയർന്നു. പൃഥുവിന് 5 മക്കളുണ്ടായി. 5 മക്കൾക്ക് അധികാരം കൊടുത്തു. പൃഥു എന്ന രാജാവ് ഒരു മികച്ച ഭർത്താവാണ്, മികച്ച ഭരണാധികാരിയാണ്, പ്രജകളിലൊക്കെ വളരെ ക്ഷേമമുള്ള ആളാണ്. അധികാരം വിട്ട് അവിടെയാണ് ഗൃഹസ്ഥാശ്രമത്തിൽ, കേരളത്തിൽ വൃദ്ധസദനങ്ങൾ, ഞാൻ ഇന്നലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് കണ്ടപ്പോൾ 50 പേര് അവിടെ ശയ്യാവലംബിയായി കിടക്കുകയാണ്, മക്കൾ ഉപേക്ഷിച്ചവര്. 5 മിനിറ്റ് പോലും എനിക്കതിന് അകത്ത് നിൽക്കാൻ പറ്റിയില്ല. ഓരോരാൾ വരുമ്പോഴും ആ വൃദ്ധ നേത്രങ്ങൾ അഞ്ജലിബദ്ധമാകുന്നത്, നനയുന്നത് കാണുകയാണ്. എത്ര നേരം ഒരു സാധാരണ മനുഷ്യ ഹൃദയമുള്ളവർക്ക് അത് കാണാൻ കഴിയും? എന്തുകൊണ്ട് മക്കൾ ഉപേക്ഷിച്ചു പോകുന്നു? എന്താണ് മക്കളാൽ ഉപേക്ഷിക്കുക? അവരൊന്നും ഭാഗവതം പഠിച്ചിട്ടില്ല. ഈ കൊറോണയ്ക്ക് ശേഷം 800 വൃദ്ധസദനങ്ങളാണ് കേരളത്തിൽ കൂടിയത്. ഇവിടെ ഇതാ മാതൃകയായിട്ട് പൃഥു മക്കളെ അധികാരമേൽപ്പിച്ച്, എങ്ങനെ കൊട്ടാരത്തിൽ സിംഹാസനത്തിൽ ഇരുന്നുവോ പൃഥു ഭാര്യയെ അടുത്തിരുത്തിയിട്ടാണ് ഭരണം നടത്തിയത്. അതേ ധർമ്മപത്നിയെയും കൂട്ടി കാട്ടിലേക്ക് പോയി. അതാണ് സനാതന ധർമ്മം പറയുന്ന വാനപ്രസ്ഥം. കാട്ടിൽ കുറച്ചു കാലം ഫലമൂലാദികളൊക്കെ കഴിച്ചു, അതുപേക്ഷിച്ച് കുറെ കാലം ജലം കഴിച്ചു, വെള്ളം കുടിച്ചു. കുറച്ചു കാലം അതും ഉപേക്ഷിച്ച് വായു മാത്രം കഴിച്ചു. പൃഥു എന്ന വീരമുനി, നേരത്തെ വീരരാജാവ് എന്ന് പറഞ്ഞ അതേ നാക്ക് കൊണ്ട് ഇതാ പറയുന്നു, പൃഥു എന്ന വീരമുനി. വീരന്മാർക്ക് മാത്രമേ ഇത്രയും
കഠിനോജ്വലമായ വ്രതമെടുക്കാൻ കഴിയും. മഴയേറ്റും വെയിലേറ്റും മഞ്ഞേറ്റും പത്നിയോടുത്ത് ഭർത്താവ് യോഗാഗ്നിയിൽ തന്റെ പ്രാണനെ, പഞ്ചപ്രാണനെയും പഞ്ചേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും എല്ലാം ആ ജഗത് പ്രാണനേക്ക് മോക്ഷം ഭവതിയിലേക്ക് കൊണ്ടുപോകുന്നത് തൊഴുതു കണ്ട ധർമ്മപത്നി ആ ഭർത്താവിനെ 3 പ്രദക്ഷിണം ചെയ്ത് ഏകയായിട്ട് ഒരു മഹാചക്രവർത്തിയാണ് ഇവിടെ പ്രാണൻ വെടിയുന്നത്. അംഗരക്ഷകരില്ല, ഭടന്മാരില്ല, പരികർമ്മികളില്ല, മക്കളില്ല, ബന്ധുക്കളില്ല. ഭാരതത്തിന്റെ ആ നിഷ്കാമ കർമ്മത്തിന്റെ ഉജ്ജ്വലമായ ചിത്രം വ്യാസം വരച്ചു കാട്ടുകയാ. ആ പ്രാണൻ വെടിഞ്ഞ ഭർത്താവിനെ ഒറ്റക്ക് ആ ധർമ്മപത്നി ദഹിപ്പിക്കുന്നു. പൃഥു ഋഷി ദേഹം വെടിഞ്ഞ് ആ സമയം തന്നെ ആത്മഭാവം കൈക്കൊണ്ട പൃഥുപത്നി ആ ചിതയെ 3 പ്രദക്ഷിണം ചെയ്ത് വീരചരിതനും വീരതപോനിഷ്ഠനുമായ ഭർത്താവിന്റെ വഴിയിൽ ആ ചിതയിലേക്ക് ചാടി പ്രാണത്യാഗം ചെയ്യുന്നു. ദേവതകളും ദേവപത്നിമാരൊക്കെ അപ്സരസ്സുകളൊക്കെ പുഷ്പവൃഷ്ടി നടത്തുന്നുണ്ട്. എന്താണ് യഥാർത്ഥ നരജീവിതം എന്ന് ബ്രഹ്മചര്യവും ഗാർഹസ്യവും വാനപ്രസ്ഥവും സന്യാസവും മോക്ഷവും എന്തെന്ന് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ആ പൃഥുചരിതം. എന്താണ് പഠിക്കേണ്ടത്? ലോകം ബന്ധനഹേതുവാണ്. വഞ്ചനാത്മകമായ പ്രപഞ്ചം. എല്ലാ കർമ്മങ്ങളും സൽക്കർമ്മങ്ങളും ചെയ്യുന്നവർക്ക് ഒരുപാട് പഴി കേൾക്കേണ്ടി വരും, അപഹാസ്യങ്ങൾ കേൾക്കേണ്ടി വരും. എന്നാൽ അതിലൊന്നും ഒരു നിഷ്കാമ കർമ്മയോഗി ആ പഥത്തിൽ നിന്നും വ്യതിചലിക്കാതെ ശ്രേഷ്ഠമായി ഭരിച്ചും ഒരു സിംഹാസനത്തിലിരുന്നും ആധ്യാത്മിക ജീവിതം നയിക്കാം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ആ ആധ്യാത്മിക ജീവിതം നയിക്കാനാണ് ഭൗതിക ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടത് എന്ന് ഭാഗവതം പറയുന്നു. ഓം ത്രംബകം യജാമഹേ സുഗന്ധീം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.